ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദേവിയാർ കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പൊതുജനാരോഗ്യ വിഭാഗത്തിൽ നിന്നും പൊതുജനങ്ങൾക്കായി രോഗപ്രതിരോധ ജാഗ്രതയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി. ആഴ്ചയിലൊരിക്കൽ വീടുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ഡ്രൈ ഡേയിൽ പങ്കാളികളാകണമെന്ന് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരിപ്രസാദ് ടി അറിയിച്ചു. അടിമാലിയുടെ സമീപ പ്രദേശങ്ങളിലും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള വിവിധ പകർച്ചവ്യാധികൾ മഴക്കാലത്തോടനുബന്ധിച്ച് കൂടുതൽ കണ്ടുവരാൻ സാധ്യതയുള്ളതിനാൽ ദേവിയാർ കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പൊതുജനാരോഗ്യ വിഭാഗത്തിൽ നിന്നും പൊതുജനങ്ങൾക്കായി രോഗപ്രതിരോധ ജാഗ്രതയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി. ഈ മഴ വരുന്നതോടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു രോഗമാണ്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് പകരാൻ സാധ്യതയുള്ള രോഗമാണ് ഡെങ്കിപ്പനി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു വൈറസ് രോഗമാണ്. ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഈ ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് വളർന്ന് പെരുകുന്നത് പ്ലാസ്റ്റിക് കുപ്പികൾ, അതുപോലെ ടയർ, അടപ്പുകൾ, ചിരട്ട തുടങ്ങിയ കണ്ടെയ്നറുകളിൽ കെട്ടി നിൽക്കുന്ന ശുദ്ധജലത്തിലാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെങ്കി രോഗപ്പകർച്ച ഒഴിവാക്കുന്നതിനായിട്ട് കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മാർഗ്ഗം. ഇതിനായിട്ട് ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. അതോടൊപ്പം പറഞ്ഞ രീതിയിൽ കൊതുക് വളരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതോടൊപ്പം രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിൽ സ്വയം ചികിത്സ ഒഴിവാക്കിയിട്ട് ഏറ്റവും അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടുക. പിന്നെ നമ്മൾ ആരോഗ്യ വകുപ്പിൻ്റെയും അടിമാലി പഞ്ചായത്തിൻ്റെയും ഒരു നേതൃത്വത്തിൽ നടത്തിവരുന്ന ഡെങ്കിപ്പനി നിവാരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളായിട്ട് ഈ ഒരു ദൗത്യം ചെയ്യും. ആഴ്ചയിലൊരിക്കൽ വീടുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ഡ്രൈ ഡേ ആചരിച്ചുകൊണ്ട് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതാണ്. ഇടവിട്ടുള്ള മഴ പെയ്യുന്നതിനാൽ ചെറിയ വെള്ളക്കെട്ടുകളിൽ മുട്ടയിട്ട് കൊതുക് പെരുകുവാനുള്ള സാധ്യതയുള്ളതിനാൽ ആഴ്ചയിലൊരിക്കലെങ്കിലും ഡ്രൈ ഡേ ആചരിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. മൃഗങ്ങളുമായി ഇടപെടുന്നവരും മണ്ണിലും വെള്ളത്തിലും പണിയെടുക്കുന്നവരും ശരീരത്തിലെ മുറിവുകൾ ശരിയായി സംരക്ഷിക്കുകയും മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യണം. എലിപ്പനി പ്രതിരോധ ഗുളിക 200 മില്ലിഗ്രാം വീതം ആഴ്ചയിലൊരിക്കൽ ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിർദ്ദേശാനുസരണം കഴിക്കേണ്ടതാണ്. ശുചിത്വമുള്ള കുടിവെള്ളവും ശരിയായി പാചകം ചെയ്ത ഭക്ഷണവും മാത്രം ഉപയോഗിക്കുക. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും കൃത്യമായി പാലിക്കുകയും പനി, തലവേദന, ക്ഷീണം, ഛർദി, ശരീരവേദന തുടങ്ങിയ രോഗങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി നിർബന്ധമായും ശാസ്ത്രീയ ചികിത്സ സ്വീകരിക്കേണ്ടതാണെന്നും ദേവിയാർ കോളനി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരിപ്രസാദ് ടി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.